ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്നത് ഡബ്ല്യൂ കോയിൻ എന്ന ഡെലിയ മൈനിങ് ബോട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിന്നുന്നുണ്ട്. ആ വഴി കയറി തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ബോട്ട് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലിസ്റ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം ഉടനെ തന്നെ ഉണ്ടാവും. എന്താ വെച്ചാൽ ഇതിൻ്റെ റോഡ് മാപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ബോട്ട് കയറി കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ മുകളിൽ വാൽ സെഷൻ ഉണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ റോഡ് മാപ്പ് കണ്ടതിൻ്റെ റോഡ് മാപ്പ് കാണാൻ പറ്റും. അടുത്ത് പറഞ്ഞു വെച്ചാൽ മറ്റേ ഗെയിമിംഗ് ലാംഗ്വേജ് ലോഞ്ച് ഗ്രോയിങ് കമ്മ്യൂണിറ്റി ബ്ലോക്ക് ചെയിൻ സെലക്ഷൻ അടുത്ത് വരുന്നത് ഡബ്ല്യൂ കോയിൻ എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ ഇതിൻ്റെ എയർ ഡ്രോപ്പാണ് ഇനി വരാൻ പോകുന്നത്, ഇവരുടെ അടുത്ത ടാസ്ക് പറയുന്നത്. അപ്പോൾ 1-2 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ ലിസ്റ്റിങ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകളും ഫ്രണ്ട്സിൻ്റെയൊക്കെ രീതിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോയിന്റ്സ് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് സെല് ചെയ്ത് വെച്ചാൽ നല്ലൊരു റവന്യൂ തന്നെ കിട്ടും. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും വേഗം തന്നെ മൈൻ ചെയ്യാൻ നോക്കും. ഇതിൻ്റെ എന്താ പറയുക, മൈനിങ് എല്ലാം എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പറ്റുന്ന പോലെ കയറാൻ നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡെയിലി എങ്ങനെ ഇതിൽ പോയിന്റ്സ് ചെയ്യണമെങ്കിൽ പറയാം. ഒന്നാമത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മറ്റേ ഹാംസ്റ്ററൊക്കെ മൈൻ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ഡെയിലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് സംഭവം ഇവിടെ. ഇതിൽ ഈ ഡബ്ല്യൂ കോയിൻ എന്ന ടെലിഗ്രാം മൈനിങ് ബോട്ടിൽ നിങ്ങൾക്ക് 2 പോയിന്റ് എന്താ പറയുക ഏൺ ചെയ്യണം. ഒന്ന് പറഞ്ഞു വെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് കയറിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യൂ കോയിൻ പറഞ്ഞ പോയിന്റ് കിട്ടും. പിന്നെ WAA കൊണ്ട് വേറെ കോയിൻ ഇതിൽ തന്നെ അതും കൂടി മൈൻ ചെയ്യണം. ഈ 2 ഡബ്ല്യൂ കോയിനും WAA കോയിനും ഒപ്പം മൈൻ ചെയ്താലാണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടുമ്പോൾ ഇത് രണ്ടും കൂടി അടിസ്ഥാനമായിട്ടാണ് നിങ്ങൾക്ക് അലോക്കേഷൻ കിട്ടുക. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. അപ്പോൾ WAA കോയിൻ എങ്ങനെ കിട്ടുക അത് പറഞ്ഞുതരാം. ഇവിടെ സൈഡിൽ ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഡെയിലി ക്ലിക്ക് ചെയ്യുന്നത് ഡബ്ല്യൂ കോയിനാണ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടുക. നിങ്ങൾക്ക് WAA കോയിൻ കിട്ടണമെങ്കിൽ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ 3,25,000 മട്ട അത് അതിൻ്റെ ഡബ്ല്യൂ കോയിനാണ്. അതിൻ്റെ നേരെ താഴെ WAA ഒരു ഇതുണ്ട് സെഷൻ്റെ. അതിൽ ഇവിടെ WAA സംഭവത്തിൽ തൊട്ട് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെയാണ് നിങ്ങൾക്ക് WAA കോയിൻ്റെ മൈൻ ചെയ്യാൻ പറ്റുക. അതെങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് ഡെയിലി 8 മണിക്കൂർ ഓടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറിയിട്ട് WAA കോയിന് എന്താ പറയുക ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാൻ എന്നാലും ക്ലെയിം ചെയ്തു. എനിക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ എന്താ പറയുക ഈ മുകളിലത്തെ സൈഡ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതെന്താ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് 8 മണിക്കൂർ വേണുമ്പോൾ ഒരു WAA കോയിനാണ് കിട്ടണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് കൂടി കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഏത് WAA കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന WAA കോയിൻ്റെ എന്താ പറയുക കിട്ടുന്ന വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സംഭവം. എല്ലാം അതാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് WAA കോയിൻ ഇതിൽ മാത്രമേ ഈ സെഷനിൽ മാത്രമേ കിട്ടുള്ളൂ. വേറെ എവിടെയും നിങ്ങൾക്ക് ബോട്ടിൽ മൈൻ ചെയ്യാൻ പറ്റില്ല. ഈ സെഷനിൽ വന്നിട്ട് തന്നെ മൈൻ ചെയ്യണം. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മൈൻ ചെയ്തിൽ നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ 230 സംതിങ് WAA കോയിൻ ഉണ്ട്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ടാസ്ക് സെഷനിൽ പോയി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ചെറിയ ടാസ്കുകൾ കംപ്ലീറ്റ് ഡെയിലി ലോഗിൻ ചെയ്യുക, ഓരോ ചെറിയ ബോട്ടുകൾ കയറുക, ടെലിഗ്രാം ജോയിൻ ചെയ്യുക, അങ്ങനത്തെ ചെറിയ ടാസ്കുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ W കോയിനുമായിട്ട് പോയിന്റ് കിട്ടും. WAA W കോയിനും ഉണ്ട്, WAA കോയിൻ ഉണ്ട്. അത് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് W കോയിനാണ് കിട്ടുക. ചെറിയ ടാസ്കുകൾ കഴിയുമ്പോഴായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേക്കിങ്ങിനവിടെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ W കോയിൻ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അതെന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു 10,000 W കോയിൻ ഉണ്ട് വിചാരിച്ചോ. അത് നിങ്ങളൊരു 12 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസത്തിന് സ്റ്റേക്ക് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ ഇവിടെ പ്ലസിൻ്റെ ഇവിടെ അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റേക്ക് വേണ്ടിട്ടുണ്ട് 20% സ്റ്റേക്ക്. അപ്പോൾ ഇതിൽ എത്ര ദിവസം സ്റ്റേക്ക് ചെയ്യണമെന്ന് നോക്കിയോ. അപ്പോൾ 14 ദിവസം, 7 ഞാൻ 3 ദിവസത്തിന് സ്റ്റേക്ക് ചെയ്യുക വെച്ചാൽ കണ്ടിന്യൂ കൊടുക്കുക. എത്ര W കോയിൻ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണം പറയാം, 75% അല്ലെങ്കിൽ മാക്സ്. ഞാൻ മാക്സ് കൊടുക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഇതാണ്ടോ, ഇവിടെ 3 ദിവസത്തിന് എൻ്റെ 3,25,000 കോയിൻസ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ 2% വെച്ചിട്ടാണ് സ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടി കിട്ടും. 3,25,000 3,31,000 ആവും. അങ്ങനെ നിങ്ങളുടെ എമൗണ്ട് എത്ര കൂടുതലാണോ, എത്ര ദിവസം നിങ്ങൾ സ്റ്റേക്ക് ചെയ്യണം, അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് തിരിച്ചിത് കിട്ടുക, റിവാർഡ് കിട്ടുക. അപ്പോൾ നമ്മുടെ സ്റ്റേക്ക് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇത് അവിടെ സ്റ്റേക്കായി. ഇതിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൂസ്റ്റ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി ടാപ്പ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് അത് കൂട്ടാൻ പറ്റും. അതെങ്ങനെ പറഞ്ഞുതരാം. ഇപ്പോൾ ഡെയിലി നിങ്ങൾക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടാപ്പിന് എനിക്ക് 5 പോയിൻ്റാണ് കിട്ടുക. അപ്പോൾ ബൂസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ അപ്ഗ്രേഡ് ചെയ്ത് തന്നെ വെച്ചാൽ ആ 5 6 ആവും, 7 ആവും, 8 ആവും, 9 ആവും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ മാക്സിമൈസർ പറഞ്ഞു വെച്ചാൽ ഇതാണ്. ഇവിടെ നോക്കിയാൽ എനിക്ക് 4,500 തവണയാണ് ഒരു തവണ ക്ലിക്ക് ചെയ്യാൻ പറ്റുക. എന്താ പറയുക, ഒരു ദിവസം ക്ലിക്ക് ചെയ്യാൻ പറ്റുക. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാക്സിമൈസർ പറഞ്ഞിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മാക്സ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. ചാർജറും വർക്കറും പറഞ്ഞു വെച്ചാൽ നിങ്ങളിപ്പോൾ ഓഫ്ലൈനാണ്.
അപ്പോൾ നമ്മുടെ ഹാംസ്റ്ററൊക്കെ മൈൻ ചെയ്യണമെങ്കിൽ ഓഫ്ലൈൻ ആയാലും നിങ്ങൾക്ക് റിവാർഡ് കാര്യങ്ങളെല്ലാം കിട്ടില്ലേ. അതേപോലെ തന്നെയാണ് എന്താ പറയുക ഓർക്കർ പറഞ്ഞിട്ട് വർക്കർ, അതിനാണ് ഓർക്കർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇവർ. അത് നിങ്ങൾ എന്താ പറയുക ഡബ്ല്യു കോയിൻ വെച്ചിട്ട് മേടിച്ച് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ഓഫ്ലൈൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിന്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 8 മണിക്കൂർ കൂടുമ്പോഴാണ് 8 മണിക്കൂർ നിങ്ങൾ ഓഫ്ലൈൻ ആയാലും 8 മണിക്കൂർ വരേണ്ടത് ഡബ്ല്യു വർക്കർ വർക്ക് ചെയ്യുള്ളൂ. അതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഇവർ പോയിന്റ് ഉണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞ് വെച്ചാൽ ഇത് ഓഫ്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഒരു തവണയൊക്കെ കയറാൻ നോക്കുക. പിന്നെ മൾട്ടിപ്ലയർ പറഞ്ഞു വെച്ചാൽ റാൻഡമിലി നിങ്ങൾക്ക് ഡബ്ല്യു കോയിൻ കിട്ടും. അത് നിങ്ങളുടെ ലക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ എന്തായാലും അത് വാങ്ങിയിട്ടില്ല, അത് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും മൈൻ ചെയ്യാൻ നോക്കുക. 1-2 മാസം കൂടി ഉണ്ടാവുള്ളൂ, അതിന് ഇതിൻ്റെ മൈനിങ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ശരി, ബൈ.